ആൻഡ് ഗൈസ് നമുക്ക് യൂസ് ചെയ്യുന്ന ഈ ഒരു മൗസ് 1000 രൂപ ബഡ്ജറ്റിനുള്ളിൽ RGB ലൈറ്റിങ്ങിനോടൊപ്പം കൂളസ്റ്റ് ആയിട്ടുള്ള ട്രാൻസ്പെറന്റ് ഡിസൈനോടൊപ്പം ഏതൊരു ഡിവൈസിലും കണക്ട് ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റുന്ന പോർട്രോണിക്സിന്റെ ടോഡ് 5 വയർലെസ് മൗസ് ആണ് നമ്മൾ ഇന്ന് അൺബോക്സ് ചെയ്യാൻ പോകുന്നത്. ആൻഡ് ഫസ്റ്റ് ഓഫ് ഓൾ ഈ ഒരു പ്രൊഡക്റ്റിന്റെ ബോക്സ് ക്വിക്ക് അൺബോക്സ് ചെയ്യുമ്പോൾ ഫസ്റ്റ് ആയിട്ട് ചാർജിംഗ് കേബിൾ, നെക്സ്റ്റ് ആയിട്ട് ഡോക്യുമെന്റേഷൻ പേപ്പേഴ്സ്, ആൻഡ് ഫൈനൽ ആയിട്ട് നമ്മുടെ വയർലെസ് മൗസ്. ആൻഡ് നെക്സ്റ്റ് ആയിട്ട് ഈ ഒരു വയർലെസ് മൗസിന്റെ ലുക്ക് ആൻഡ് ഡിസൈൻ വൈസ് നോക്കുവാണെങ്കിൽ സ്ട്രോങ് ആയിട്ടുള്ള ട്രാൻസ്പെറന്റ് ഷെൽ കേസിംഗിനോടൊപ്പം മൾട്ടി RGB ലൈറ്റിംഗ് ഡിസൈനിലാണ് നമ്മുടെ ഒരു വയർലെസ് മൗസ് വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ ഈ ഒരു ട്രാൻസ്പെറന്റ് കേസ് അതല്ലെങ്കിൽ ഷെല്ല് നമുക്ക് ഇതുപോലെ റിമൂവ് ചെയ്തുകൊണ്ടും ഇൻസൈഡ് ഉള്ള കമ്പോണൻസ് ഇതുപോലെ നമുക്ക് ക്ലിയർ ആയിട്ട് കാണുകയും ടച്ച് ചെയ്ത് യൂസ് ചെയ്യാനും പറ്റുന്നതാണ്. അതുപോലെ ലാസ്റ്റ് ആയിട്ട് തൊട്ട് ഫ്രണ്ടിലായിട്ട് ബാറ്ററി ഇൻഡിക്കേഷൻ LED പാനൽസും ഈ ഒരു വയർലെസ് മൗസിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഓവറോൾ നല്ലൊരു ബിൽഡ് ക്വാളിറ്റി ആൻഡ് യൂണിക് ഡിസൈനിലാണ് ഈ ഒരു മൗസിന്റെ ലുക്ക് ആൻഡ് ഡിസൈൻ വന്നിട്ടുള്ളത്. ആൻഡ് ഈ ഒരു വയർലെസ് മൗസ് നമ്മുടെ ഡിവൈസിലൊക്കെ കണക്ട് ചെയ്ത് യൂസ് ചെയ്യാൻ വേണ്ടി രണ്ട് ടൈപ്പിൽ നമുക്ക് കണക്ട് ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. ഫസ്റ്റ് ആയിട്ട് ഇതുപോലെ 2.4 GHz USB കണക്ടർ യൂസ് ചെയ്തുകൊണ്ട് PC അല്ലെങ്കിൽ ലാപ്ടോപ്പിൽ നമുക്ക് വയർലെസ് ആയിട്ട് കണക്ട് ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. അതുപോലെ മറ്റ് ഡിവൈസ് ആയിട്ടുള്ള ലാപ്ടോപ്പ്, ഫോൺ അതല്ലെങ്കിൽ നമ്മുടെ ടാബിലൊക്കെ യൂസ് ചെയ്യാൻ വേണ്ടി ബ്ലൂടൂത്തിന്റെ 5.3 ലേറ്റസ്റ്റ് വെർഷൻ ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. അതുപോലെ സിംഗിൾ ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നതിലൂടെ നമുക്ക് DPI സെറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. അതുപോലെ ഈ ഒരു വയർലെസ് മൗസിനകത്ത് അപ് ടു 1600 DPI വരെ സെറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. അതിനോടൊപ്പം ടോഡ് 5 പ്ലസ് എന്നിങ്ങനെ മൾട്ടി കണക്ടിവിറ്റി മോഡ്സും ഈ ഒരു വയർലെസ് മൗസിനകത്ത് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ആൻഡ് നെക്സ്റ്റ് ആയിട്ട് ഈ ഒരു വയർലെസ് മൗസിനകത്ത് യൂസ് ചെയ്തിട്ടുള്ള കൺട്രോൾ ബട്ടൺസിന്റെ ക്വാളിറ്റി ആൻഡ് ഫീച്ചേഴ്സ് വൈസ് നോക്കുവാണെങ്കിൽ ഫസ്റ്റ് ഓഫ് ഓൾ ഈ ഒരു മൗസിനകത്ത് യൂസ് ചെയ്തിട്ടുള്ള ലെഫ്റ്റ് ആൻഡ് റൈറ്റ് കീസ് വൈസ് നോക്കുവാണെങ്കിൽ വളരെ സ്മൂത്ത് ആൻഡ് സൈലന്റ് ആയിട്ടുള്ള ബട്ടൺസ് ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. അതുപോലെ സെൻട്രലായിട്ട് യൂസ് ചെയ്തിട്ടുള്ള സ്ക്രോളിംഗ് ബട്ടൺ യൂസ് ചെയ്തുകൊണ്ട് നല്ല സ്മൂത്ത് ആയിട്ട് സ്ക്രോൾ ചെയ്യാനും അതുപോലെ നല്ല സൈലന്റ് ആയിട്ട് ക്ലിക്ക് ചെയ്യാനും പറ്റുന്നതാണ്. അതുപോലെ തന്നെ തൊട്ട് താഴെയായിട്ട് DPI ചേഞ്ച് ചെയ്യാനുള്ള ബട്ടൺ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ബട്ടൺ ആയാലും നല്ല സ്മൂത്ത് ആൻഡ് സൈലന്റ് ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. ഇതിനോടൊപ്പം നമുക്ക് ഈ ഒരു വയർലെസ് മൗസ് ഗെയിമിംഗിന് വേണ്ടി യൂസ് ചെയ്യാൻ പറ്റുന്നതല്ല, അതല്ലാതെ നോർമൽ ആയിട്ടുള്ള യൂസിനൊക്കെ ഈ ഒരു വയർലെസ് മൗസ് അത്യാവശ്യം അടിപൊളി തന്നെയാണ്. ആൻഡ് സെക്കൻഡ് ലാസ്റ്റ് ആയിട്ട് ഈ ഒരു വയർലെസ് മൗസിനകത്ത് നമുക്ക് ഇൻബിൽഡ് ആയിട്ടുള്ള ബാറ്ററി ബാക്കപ്പിലാണ് വന്നിട്ടുള്ളത്. അതുപോലെ ഈ കാണുന്ന ടൈപ്പ് സി ചാർജിംഗ് പോർട്ട് യൂസ് ചെയ്തുകൊണ്ട് ചാർജ് ചെയ്യാനും അതുപോലെ ഫ്രണ്ടിലായിട്ട് നമുക്ക് ബാറ്ററി ഇൻഡിക്കേഷൻ LED പാനൽസ് ഒക്കെ യൂസ് ചെയ്തിട്ടുണ്ട്. ഓവറോൾ നല്ലൊരു ബാറ്ററി ബാക്കപ്പ് ആണ് നമുക്ക് ഒരു നോർമൽ യൂസിന് ഈ ഒരു മൗസിലൂടെ ലഭിക്കുന്നത്. കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് നല്ലപോലെ ഒരു ഹെവി യൂസിലൊക്കെയാണ് നിങ്ങൾ ഈ ഒരു മൗസ് കൊണ്ടുപോകുന്നെങ്കിലും നമുക്ക് ഒരു 1 to 2 ഡേയ്സ് നമുക്ക് നല്ലപോലെ തന്നെ ഈ ഒരു മൗസ് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. ആൻഡ് ഫൈനലി നമ്മൾ യൂസ് ചെയ്ത പോർട്രോണിക്സിന്റെ ടോഡ് 5 വയർലെസ് മൗസ് ഓൺലൈനിലൂടെ ഏകദേശം ഒരു 850 രൂപ സ്റ്റാർട്ടിംഗ് പ്രൈസിൽ പർച്ചേസ് ചെയ്യാൻ പറ്റുന്നതാണ്. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ നോർമൽ യൂസിന് എന്തുകൊണ്ട് സെലക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു വയർലെസ് മൗസ് തന്നെയാണിത്. ഇതിനകത്ത് യൂസ് ചെയ്തിട്ടുള്ള സോഫ്റ്റ് ആയിട്ടുള്ള സൈലന്റ് ആയിട്ടുള്ള ബട്ടൺസ് ആയാലും അതുപോലെ ഇതിനകത്ത് യൂസ് ചെയ്തിട്ടുള്ള ബാറ്ററി ബാക്കപ്പ് ആയാലും ഈവൻ ഇതിന്റെ ട്രാൻസ്പെറന്റ് ആൻഡ് RGB ലുക്ക് വൈസ് നോക്കുവാണെങ്കിലും നല്ലൊരു ലുക്ക് ആൻഡ് ഡിസൈനിലാണ് അതുപോലെ നല്ല ഫീച്ചേഴ്സിലാണ് ഈ ഒരു വയർലെസ് മൗസ് വന്നിട്ടുള്ളത്. ആൻഡ് ഫൈനലി അതൊക്കെയാണ് പോർട്രോണിക്സിന്റെ ടോഡ് 5 വയർലെസ് മൗസിന്റെ ഡീറ്റെയിൽസ് ആൻഡ് ഫീച്ചേഴ്സ് എന്ന് പറയുന്നത്. സോ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുത്തി ലൈക്ക് ചെയ്യുക, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. സോ ഇതിലും വെച്ച ടെക് വീഡിയോസ് ആയിട്ട് അടുത്ത പ്രാവശ്യം കാണാം.